നമസ്കാരം. നമ്മൾ ഈ മലയാളത്തിൽ മണ്ടപ്പീനസം എന്ന് പറയുന്ന ഈ ചില ആൾക്കാരിൽ മൂക്കിൽ കൂടെ സ്മെല്ലുള്ള ബ്ലഡ് കട്ടിയായിട്ട് പുറത്ത് ബ്ലീഡ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനാണ് മണ്ടപ്പീനസം എന്ന് പറയുന്നത്. അസാധ്യ സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഒരു തുടർച്ചയായ ഒരു രക്തം വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മർമ്മ ചികിത്സ വളരെ ഫലം ചെയ്യുന്നതാണ്. അതിന് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മുടെ പെരുകില അല്ലെങ്കിൽ ഒരുവേരൻ എന്നൊക്കെ പറയുന്ന ഔഷധ സസ്യത്തിൻ്റെ ഇല പെട്ടെന്ന് തന്നെ എടുത്ത് അതിൻ്റെ ഇളം ഇലകൾ കയ്യിൽ വെച്ച് തിരുമ്മി അതിൻ്റെ ചാറെടുത്ത് നമ്മുടെ ഉച്ചം തലയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗത്ത് ഒരു 3-4 തുള്ളി ആദ്യം തന്നെ എത്തിക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മണം, കയ്യിലിരിക്കുന്ന ഇലയുടെ മണം നമ്മുടെ 2 മൂക്കുകളിൽ കൂടെയും ശ്വസിക്കുക. ആ ശ്വാസം എടുക്കുന്ന സമയത്ത് തന്നെ ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാനാണ് സാധ്യത കൂടുതൽ. ഇത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കണ്ടുവരുന്ന കുട്ടികളിലാവാം. അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഈ ബ്ലീഡിങ് ഈ പറയുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നിൽക്കാതെയൊക്കെ വരാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഭാഗത്ത് കൃത്യമായിട്ട് ഈ ഭാഗത്ത് ഈ ഇല തന്നെ ചതച്ചെടുത്ത ആ ഇലയുടെ ഭാഗം ഈ ഭാഗത്ത് വെച്ച് നന്നായിട്ട് ഒരു 6 പ്രാവശ്യം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ചും ഇടത്തോട്ടും വലത്തോട്ടുമായിട്ട് ഒരു 6 പ്രാവശ്യം ചെറിയ പ്രഷർ കൊടുത്ത് തിരുമുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ബ്ലീഡിങ് ഉടനെ തന്നെ സ്റ്റോപ്പാക്കും. ഈ പറയുന്ന രീതി മർമ്മ ചികിത്സയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊരു സാധാരണ രീതിക്കുള്ള അടങ്കൽ എന്ന് പറയുന്ന പ്രയോഗമാണ്. പല മർമ്മങ്ങളെ ഇളക്കാൻ ഉപയോഗിക്കുന്ന, മർമ്മക്ഷതം ഏറ്റു കഴിഞ്ഞാൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗം കൂടെ ഇതാണ്. അപ്പം ഇത് അധികം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ്. അപ്പം ഒരുവേരൻ എന്ന് പറയുന്ന ഔഷധ സസ്യത്തിനും അതുപോലെ തന്നെ മർമ്മ ചികിത്സയുമായിട്ടുള്ള ഗാഢമായ ബന്ധം നമുക്ക് ഈ അറിവിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും.